ഹലോ, വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. മുന്നറിയിപ്പില്ലാതെ ലോഡ് ഷെഡിംഗ്, നിയന്ത്രണം തോന്നും പോലെ വലഞ്ഞ് ജനം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം മുന്നറിയിപ്പില്ലാതെ മണിക്കൂറുകൾ നീട്ടിയതോടെ ജനം വലയുന്നു. ശനിയും ഞായറും ഒന്നിലേറെ തവണ ലോഡ് ഷെഡിംഗ് ഉണ്ടായി. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം നീണ്ടു. ശനി രാത്രി 1 ശേഷവും പലയിടത്തും വൈദ്യുതി മുടങ്ങി. പൾസ് പോളിയോ വിതരണം നടന്ന ഞായറാഴ്ച പകലും വ്യാപകമായി വൈദ്യുതി നിലച്ചു. ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിൽ ഫുട്ബോൾ ആരാധകരും രോഷാകുലരാണ്. 30 വരെ വൈകിട്ട് 6 രാത്രി 12 ഇടയിൽ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതെല്ലാം തെറ്റിച്ചാണ് പലതവണ ദൈർഘ്യമേറിയ നിയന്ത്രണം ഉണ്ടാകുന്നത്. ശനിയാഴ്ച രാത്രി വൈദ്യുതി ലഭ്യതയിൽ 250 മുതൽ 622 മെഗാവാട്ടിന്റെ വരെ കുറവുണ്ടായി. അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ 20.89% മാത്രമേ വെള്ളമുള്ളൂ. ശനിയാഴ്ച ഉപഭോഗം 86.92 ദശലക്ഷം യൂണിറ്റായിരുന്നു. ആഭ്യന്തര ഉൽപ്പാദനം 17.32 ദശലക്ഷം യൂണിറ്റും. ഉപഭോഗത്തിന്റെ 19.9%. മഴ ശക്തമായില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് വേണ്ട ക്രമീകരണം നടത്തുന്നതിൽ വൈദ്യുതി വകുപ്പ് പരാജയപ്പെട്ടതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. 10 വർഷം വൈദ്യുതി കട്ടില്ലാതെ നിയന്ത്രണമില്ലാതെ ഭരിച്ച സർക്കാർ പോയി 1 മാസത്തിനുള്ളിലാണ് ഈ അക്രമം നടക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ UDF സർക്കാർ ചെയ്യുന്നത്. ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇവരെ വിജയിപ്പിച്ചു വിട്ടിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ നടപടികളിൽ നിന്ന് ഇവർ പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.